മസ്ജിദുൽ ഖിബിലത്തൈനിലാണ് ഇപ്പം ഞങ്ങളുള്ളത് കേട്ടോ. ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞങ്ങൾ യാത്ര ഇൻഷാ അല്ലാഹ് പുറപ്പെടും. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് യാത്ര പുറപ്പെടും കേട്ടോ. പിന്നീട് മസ്ജിദുൽ ഖുബായിലേക്കാണ് പോവുക. ഇതാ അവിടെ പോയി നിസ്കരിക്കാനായിട്ട് ഈ മരത്തിൻ്റെ ചോട്ടേക്ക് വരിക കേട്ടോ. 2 റക്അത്ത് നിസ്കരിക്കാം. ളുഹ നമുക്ക് ഖുബാ നിസ്കരിക്കാം. അവിടെ ഒരുമിച്ച് തന്നെ പോരുണ്ട്, എല്ലാവരും ഒരുമിച്ചിട്ട് ആ മരത്തിൻ്റെ ഒടുക്ക വരണ്ട കേട്ടോ. ഇതാണ് മസ്ജിദുൽ ഖിബിലത്തൈനി കേട്ടോ. മസ്ജിദുൽ ഖിബിലത്തൈനിയാണ് ഈ കാണുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ഞങ്ങളുടെ മസ്ജിദുൽ ഖിബിലത്തിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. മസ്ജിദുൽ ഖിബിലത്തിന് 2 ഖിബില എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മുത്തനബി തങ്ങൾ ഒരേ നിസ്കാരത്തിൽ തന്നെ ളുഹർ നിസ്കാരത്തിൽ ആദ്യ 2 റക്അത്തിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അതിനെ അടയാളപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന ഒരു ആർച്ചുള്ളത്. ഈ കാണുന്ന ഒരു മുസല്ല പോലെ കാണുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക ആയിരുന്നു. അതായത് ആ ഭാഗത്താണ് മസ്ജിദുൽ അഖ്സ എന്നർത്ഥം. അങ്ങോട്ടായിരുന്നു തിരിഞ്ഞ് നിന്ന് നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അതിനെ അടയാളപ്പെടുത്തിയിട്ടാണ് അവിടെ മുകളിൽ. ഇപ്പോൾ പിന്നെ നിലവിലുള്ള കിബിലയാണെന്ത് കാണുന്നത്. കിബിലയും ഓരോ മിംബ്രയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. മസ്ജിദുൽ ഖിബിലത്തൈനിലുള്ളത്. അപ്പോൾ 2 റക്അത്തിൽ മുത്തനബി തങ്ങൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. പിന്നെ 2 റക്അത്തിൽ എന്ത് ചെയ്തു, പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുള്ള കഅബയിലേക്കും തിരിഞ്ഞ് നിസ്കരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് പള്ളിക്ക് തന്നെ പിന്നെ പേരിട്ടുന്നത്. ഒരേ നിസ്കാരത്തിൽ 2 റക്അത്തിൽ ഒരു ഖിബിലയിലേക്കും ഒരു ഭാഗത്തേക്കും പിന്നെ 2 റക്അത്ത് മറ്റൊരു ഭാഗത്തേക്കും ഖിബിലാക്കി നിസ്കരിച്ചുകൊണ്ട് ആ പള്ളിക്ക് തന്നെ ആ നിസ്കരിച്ച നിസ്കാരത്തെ ആ സമയം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പള്ളിക്ക് അത് പേരിട്ടു. മസ്ജിദുൽ ഖിബിലത്തൈനി 2 ഖിബിലുള്ള പള്ളിയിൽ പേരിട്ടു. ഇവിടെ എത്തണ തൗഫീഖ് നൽകുമാറാട്ടെ എല്ലാവർക്കും.